ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായി മാറിയിരിക്കുന്നത് ഒഡീഷയിലെ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരു ചാനൽ പുറത്തുവിട്ടതാണ്. ഇതുമായി ഒരു വലിയ വിവാദം പുറപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചാനലിനെതിരെ നടപടിക്ക് വരുന്നു. കാരണം തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതിനു ശേഷം മാത്രം, അതായത് ജൂൺ 1 വൈകുന്നേരം 6 മണിക്ക് ശേഷം മാത്രമാണ് എക്സിറ്റ് പോളുകൾ സംപ്രേഷണം ചെയ്യാൻ മാധ്യമങ്ങൾക്ക് അനുവാദമുള്ളൂ. അവിടെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, അതായത് ഒഡീഷയിൽ ഇനിയും തെരഞ്ഞെടുപ്പുണ്ട്, ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ജൻ കി ബാത് സർവേ എന്ന പേരിൽ, അല്ലെങ്കിൽ അവരുടെ എക്സിറ്റ് പോൾ എന്ന പേരിൽ സംപ്രേഷണം ചെയ്തിരിക്കുന്നു. ഇതോടുകൂടി തന്നെ വ്യാപകമായ രീതിയിൽ പരാതികൾ ഉയർന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ എടുക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് ജൻ കി ബാത്ത് പറയുന്നത്, തങ്ങൾ ഇങ്ങനെ എക്സിറ്റ് പോൾ പുറത്തു വിട്ടിട്ടില്ല, ഏതായാലും പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ഈ ചാനലിനെതിരെ നടപടിയെടുക്കണമെന്നാണ്. നന്ദി ഘോഷ TV എന്ന് പറയുന്ന ഒഡീഷയിലെ ഒരു ചാനലാണ് ഇത് സംപ്രേഷണം ചെയ്തിരിക്കുന്നത്. ഈ നന്ദിഘോഷ TV ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ജൻ കി ബാത്താണ് സാധാരണഗതിയിൽ ഈ സർവേ നടത്തുന്ന ഏജൻസികളും ഏതെങ്കിലും മാധ്യമവും ചേർന്നാണ് ഇത്തരം സർവേകൾ സംഘടിപ്പിക്കാറുള്ളത്. ഏതായാലും നന്ദിഘോഷ TVയും ജൻ കി ബാത്തും തമ്മിൽ നടത്തിയ ഒരു എക്സിറ്റ് പോൾ ആണോ ഇതൊന്നും അറിയില്ല. കാരണം ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പ് എങ്ങനെ ഒരു എക്സിറ്റ് പോൾ വരുമെന്നൊരു സംശയം ഉയരുന്നുണ്ട്. ഏതായാലും എക്സിറ്റ് പോൾ പുറത്തായത് വലിയ വിവാദമായി മാറുന്നു. ഈ എക്സിറ്റ് പോളിൽ തന്നെ ബിജു ജനതാദളിന് അവർ പോലും പ്രതീക്ഷിക്കാതെ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പാണ് നൽകിയിരിക്കുന്നത്. അതും സംശയത്തിനൊക്കെ ഇട നൽകുന്നുണ്ട്. ഏതായാലും അത് അതിനെക്കുറിച്ച് വ്യക്തത നമുക്ക് പറയാൻ കഴിയില്ല. ജൂൺ 1 എക്സിറ്റ് പോളുകളാണ് കുറച്ചുകൂടി ആധികാരികമായി പറയാൻ കഴിയും. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ നിയമമനുസരിച്ചാണ്, തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരമാണെങ്കിലും ജൂൺ 1 വൈകിട്ട് 6 മണിക്ക് ശേഷം മാത്രമേ എക്സിറ്റ് പോളുകൾ സംപ്രേഷണം ചെയ്യാൻ ഏത് മാധ്യമത്തിനും കഴിയൂ, ഓൺലൈൻ മാധ്യമങ്ങളടക്കം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.